ടു ചാനൽ ഭാഗ്യാസ് ക്രിയേഷൻസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്, ഫ്ലിപ്കാർട്ടിൻ്റെ ഹോൾ വീഡിയോ ആണ്. അപ്പം നമ്മൾ വീട്ടിൽ പല സാധനങ്ങളും വെക്കാനായിട്ട് ഒരു കുറച്ച് സ്പേസ് മാത്രം എടുക്കുന്ന കുറച്ച് കണ്ടെയ്നേഴ്സിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് കാണിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെരുപ്പുകൾ വെക്കാനുള്ള റാക്കാണ്. ഓക്കെ, അത് കവർ ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാം. കാരണം എൻ്റെ ഇത്ര ഒരു ഹൈറ്റാണ് വരുന്നത്. വളരെ നൈസായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെത്. പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോകുന്നൊരു സാധനമല്ല. വളരെ കുറച്ച് സ്പേസ് മാത്രം മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റാക്കാണിത്. ഇതിന് നമുക്ക് രണ്ട് സൈഡിലും സിബുണ്ട്, അപ്പം ക്ലോസ് ചെയ്തത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് 7 റാക്കുകളാണുള്ളത്. ഇതിന് ഒരെണ്ണത്തിനകത്ത് തന്നെ ഒരു 3 ജോഡി ചപ്പലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിനെ പറ്റി പറഞ്ഞാൽ ഈ വരുന്ന ഇതെല്ലാം സ്റ്റീലാണ്. ഓക്കെ, ഈ ജോയിൻറ്റിൽ വരുന്നത് എല്ലാം പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോത്ത് വളരെ തിന്നാണെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്, ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത് 1100 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിന് നമ്മൾ ഒരു വുഡൻ സാധനമൊക്കെ മേടിച്ചാൽ ഒരു 5000 കൂടുതൽ എന്തായാലും ആവും. അപ്പം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അത്യാവശ്യം സ്ട്രോങ്ങുമാണ്. വളരെ പെട്ടെന്നൊന്നും ചീത്തായി പോകുന്നൊരു സാധനമല്ല. നമ്മൾ കുറച്ച് കെയർ ചെയ്യണം എന്നുള്ളത് മാത്രമാണുള്ളത്. അതെ, ഇതുപോലത്തെ കുറച്ച് കണ്ടെയ്നേഴ്സാണ്. ഇത് ഒരു പാക്കറ്റിൽ തന്നെ 4 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, പല കളേഴ്സാണെന്നേ ഉള്ളൂ. അപ്പം നമുക്കിതിനകത്ത് ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ഇട്ട് വെക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ റേറ്റും എല്ലാം ഞാൻ ആഡ് ചെയ്തേക്കാം. ഇതിനകത്ത് എത്രത്തോളം സാധനങ്ങൾ കൊള്ളുമെന്ന് കാണിക്കാനാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഷെൽഫിനകത്ത് ഇത് വെക്കുവാണെങ്കിലും അതിനകത്ത് ഇങ്ങനെ നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതിങ്ങനെ അടുക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഷെൽഫിൻ്റെ തന്നെ ഒരു കോർണറിൽ വെക്കാൻ പാകത്തിനേ ഉള്ളൂ. ഇത് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് സൂക്ഷിക്കാനും നമുക്ക് പറ്റും. ഇതാണ് നമ്മുടെ അടുത്ത സാധനം. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഫൈനലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിചാരിച്ചെന്നും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, കുറച്ചുകൂടെ വലുതും ആയിട്ടുള്ളൊരു സാധനമാണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരിതാണ്. വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സാധനമാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബുക്സ്, അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സുകൾ, പിന്നെ എന്തെങ്കിലും ടോയ്സ് ഒക്കെ അവർക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ഷെൽഫിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ബ്രൗൺ കളറാണ് ആക്ച്വലി ഓർഡർ ചെയ്തത്. കാരണം ഈ ഒരു കളർ എനിക്ക് മേടിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ആ കളറിലുള്ള സാധനങ്ങൾ ഇതുപോലൊരു ഡിസൈനും ഇല്ല, പ്ലെയിൻ ആയിട്ടുള്ളതുമാണ്. പക്ഷെ കുറച്ചുകൂടെ ചെറുതാണ്, ഏകദേശം ഇത്രയൊക്കെ ഹൈറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബ്രൗൺ കളറിലത് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോൾ നല്ല ഒരു
കളർ ഉള്ള സാധനം തന്നെ കിട്ടി. അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്തും ഇത് ഇത്രത്തോളം നമുക്ക് വയ്ക്കാം. ബ്രഷുകളായാലും കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പെൻസിൽസ് അങ്ങനെയൊക്കെ ഓരോന്നിനകത്ത് സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും.